നിസ്കരിക്കാൻ പറഞ്ഞതിൻ്റെ പേരിൽ സ്വന്തം ഉമ്മാടെ മുഖത്ത് നോക്കി അടിച്ചൊരു മകൻ്റെ കഥ. ഇതൊരു കഥയല്ല, കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നടന്നൊരു സംഭവമാണ്. ഒരു സഹോദരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞൊരു സംഗതിയാണിത്. നമ്മുടെ മക്കളിൽ ഒരുപാട് ആളുകൾ നിസ്കരിക്കുന്നില്ല, അള്ളാനെ തള്ളി പറയുന്നുണ്ട്. പല മാതാപിതാക്കളുടെയും സങ്കടമാണ്, ഉസ്താദ് എൻ്റെ മോനൊന്ന് നിസ്കരിച്ച് കാണാൻ വല്ലാത്ത കൊതിയുണ്ട്, എൻ്റെ മക്കളൊന്ന് നിസ്കരിച്ചിട്ട് നിസ്കാരം കഴിഞ്ഞ് മാതാപിതാക്കളായ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുന്നത് കാണാൻ വല്ലാത്ത കൊതിയാണ് ഉസ്താദേ. ഞങ്ങളൊക്കെ ഇങ്ങനെ ദിക്റുകൾ ചൊല്ലിയും പറഞ്ഞൊക്കെ ഇരിക്കുന്നവരാ, പക്ഷെ ഞങ്ങളുടെ മക്കൾ ഇതൊന്നും ഇല്ലാതാകുന്നത് കാണുമ്പോൾ വല്ലാത്ത വേദനയാണ്. എന്തെങ്കിലും അതിന് ചെയ്യാനുണ്ടോ, എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ എത്രയെത്ര മാതാപിതാക്കൾ. ഇന്ന് അതിനുള്ള മനോഹരമായ ഒരു ആയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ. ചെറിയൊരായത്ത്, ഒരു സെക്കൻഡ് വേണ്ട ഓതി തീരാൻ, വളരെ ചെറിയൊരായത്ത്. ആ ആയത്ത് മനസ്സറിഞ്ഞ് ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങളൊന്ന് ഓതിയാൽ മാറും, നമ്മുടെ മക്കളിൽ മാറ്റങ്ങളുണ്ടാവും. അല്ലാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ കഴിഞ്ഞ ദിവസം കോയമ്പത്തൂർ പോയപ്പോഴേ മനസ്സിന് ഒരുപാട് വേദനിപ്പിച്ച ഒരു സംഗതി. ഒരു ഉമ്മാടെ പൊട്ടിക്കരച്ചിലാണ്. ആ ഉമ്മാടെ മകൻ ഒരു എംടെക്കുകാരനാണ്, ഒരു എൻജിനീയറാണ്, മെക്കാനിക്കൽ എൻജിനീയറാണ്. എൻജിനീയറിങ്ങിൽ PG ഉള്ള ഒരു കുട്ടിയാണ്. അവനോട് നിസ്കരിക്കാൻ പലയാവർത്തി പറയാറുണ്ടാവും. ഇത്തവണ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വേറൊരു പണിയില്ല, നിങ്ങൾ എന്നെ ഇട്ട് ഇടങ്ങേറാക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മാടെ മുഖത്തേക്ക് കൈ നീട്ടി അടിച്ചൊരു മകനെക്കുറിച്ച് പറഞ്ഞിട്ട് ആ ഉമ്മ പൊട്ടിക്കരയാണ്. വല്ലാതെ എൻ്റെ മുമ്പിലിരുന്ന് കരയുന്നത് ഒരു കുഞ്ഞു കൊച്ചിരുന്ന് കരയുന്നത് പോലെയാണ്. സഹിക്കാൻ പറ്റിയില്ല. എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന ഒരു അവസ്ഥയിൽ ഞാൻ ആയിപ്പോയൊരു വല്ലാത്ത നിമിഷമാണ്. പല ഉമ്മമാരുടെ സങ്കടമാണിത്, പലർക്കും പുറത്തു പറയാൻ പറ്റണില്ല. മക്കളെ ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയതാണ്, പൊന്നു മക്കളെ ഒരുപാട് ദുആ ചെയ്ത് കാത്തിരുന്ന് കിട്ടിയ മക്കളാണ്. ആ മക്കളെ അവർ ആഗ്രഹിക്കുന്നതിലപ്പുറം കൊടുത്ത് നമ്മളെ ലാളിച്ചു ഓമനിച്ചൊക്കെ വളർത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയൊന്നും മക്കളായില്ല എന്ന് കാണുമ്പോൾ വല്ലാത്ത വേദനയാണ്. അള്ളാഹു നമ്മുടെ പൊന്നു മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ചിലർ പറയാറുണ്ട് ഞങ്ങളെപ്പോഴും ഓത്തും ബൈത്തും ദിക്റായിട്ടൊക്കെ ഇരിക്കുന്നവരാ, പക്ഷെ മക്കൾ ഒന്ന് നിസ്കരിച്ച് കാണാൻ, ഒന്ന് ഇബാദത്ത് ചെയ്ത് കാണാൻ, 5 വഖത്ത് നിസ്കാരം ഒന്ന് പള്ളിയിൽ പോയി നിസ്കരിച്ച് കാണാൻ വല്ലാത്ത കൊതിയുണ്ട് ഉസ്താദേ, ഒന്ന് ദ്വാരക്കണം എന്നൊക്കെ പറയുന്ന എത്രയെത്ര മാതാപിതാക്കളാണ്. ഇതിൽ അടിസ്ഥാനപരമായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ദുആയാണ്. ഒരിക്കൽ പോലും നീയൊന്നും ഗുണം പിടിക്കാനുള്ളതല്ലടാ എന്നൊന്നും മക്കളോട് പറയരുത്, ഇല്ലേ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസില്ലേ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മക്കൾക്കെതിരെ ദ്വാരക്കരുത്. എപ്പോഴും നമ്മുടെ മക്കൾക്കെതിരെ നമ്മൾ ദ്വാരക്കാറുണ്ട്? ഇല്ല, നമ്മൾ ദ്വാരക്കൂല. പക്ഷേ നമ്മുടെ വാക്കുകൾ നമ്മളറിയാതെ ചിലപ്പോൾ പറഞ്ഞു പോകാറുണ്ട്, നീയൊന്നും ഗുണം പിടിക്കൂലടാ. അതായത് നിസ്കരിക്കാൻ പോകാൻ പള്ളിയിൽ പോകാൻ പറയണതാണ്. പക്ഷേ 4-5 തവണ പറഞ്ഞു കേട്ടിട്ടും പിള്ളേരെ അനുസരിക്കണില്ലെങ്കിൽ നീയൊന്നും നന്നാവാനുള്ളതല്ല, നീയൊന്നും നന്നാവൂല. ഈ സംഗതി വായിന്ന് വന്നു പോയാൽ തീർന്നു. മാതാപിതാക്കളെ, നമ്മുടെ വായ, പ്രത്യേകിച്ച് എൻ്റെ പൊന്നുമ്മമാരെ, നിങ്ങളുടെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വന്നു പോയാലുണ്ടല്ലോ, പിന്നെ ആ കുട്ടി നന്നാവൂല കേട്ടോ. അടിസ്ഥാനപരമായിട്ട് മക്കൾക്ക് വേണ്ടി ദ്വാരക്കാം, നിരന്തരം. അമ്പിയാക്കൾ ഒരു ദ്വാരം അങ്ങനെയല്ലേ? എൻ്റെ മക്കളെ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു പരമ്പരയെ നിസ്കാരമുള്ളവരാക്കണേ എന്ന് ദ്വാരുന്നില്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലേ? അപ്പോൾ അമ്പിയാക്കളുടെ പോലും ദ്വായതാണ്. അപ്പോൾ നമ്മൾ നിരന്തരം ദ്വാരക്കാം. ഇനി കല്യാണം കഴിക്കാൻ പോണ കുട്ടികളൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ദ്വാരക്ക, പഠിച്ചോനെ നിസ്കാരമുള്ള ദീനുള്ള കുട്ടികളെ ഞങ്ങൾക്ക് തരണേ അല്ല, മനസ്സറിഞ്ഞ് ദ്വാരക്കാം. ദ്വായിന് വലിയ പവറല്ലേ. നമ്മുടെ ദ്വാ എപ്പോഴും സ്വീകരിക്കണമെന്ന് പറയാൻ പറ്റില്ല. നിരന്തരം ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നാണ്. ഇനി ഞാൻ നിങ്ങൾക്കൊരു മനോഹരമായ പ്രാർത്ഥന, അത് പരിശുദ്ധ ഖുർആനിലെ ഒരായത്താണ്. ആ ആയത്ത് ഞാൻ പറഞ്ഞുതരാം. ഇത് എപ്പോൾ മുതൽ പ്രാർത്ഥിക്കണം എന്ന് വെച്ചാൽ നിക്കാഹിനോടൊപ്പം, അല്ലെങ്കിൽ നിക്കാഹിന് മുമ്പേ നിങ്ങൾക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. കല്യാണം കഴിക്കുന്നതിന് മുമ്പേ പ്രാർത്ഥിച്ചു തുടങ്ങാം. കല്യാണം കഴിഞ്ഞാലും നിരന്തരം പ്രാർത്ഥിക്കാം. ഇനി കുഞ്ഞിത്ര വലുതായി എന്നാലും പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ളൊരു പ്രാർത്ഥന. ഇത് നേരത്തെ തുടങ്ങിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാണെന്നാണ്. അതായത് കല്യാണത്തിന് മുമ്പേ തുടങ്ങിയാൽ അത്രയും നല്ലതാണ്. അത് അല്ലാഹു റബ്ബുൽ ആലമീൻ സൂറത്ത് സ്വാഫാത്തിൻ്റെ 100-ാമത്തെ ആയത്തായി പഠിപ്പിച്ചു തരുന്ന വളരെ ചെറിയൊരു ദുആയാണ്. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ.
എനിക്ക് സ്വാലിഹീങ്ങളായ കുഞ്ഞുങ്ങളെ തരണേ അല്ലാ. ഉണ്ടോ? സ്വാലിഹീങ്ങളായ കുഞ്ഞിനെ തരണേ അല്ലാ, സ്വാലിഹായ കുഞ്ഞിനെ തരണേ അല്ലാ. സ്വാലിഹിൽ നിസ്കരിക്കുന്ന കുഞ്ഞു വെട്ടു, ദിക്റ് ചൊല്ലുന്ന കുഞ്ഞു വെട്ടു, സ്വലാത്ത് ചൊല്ലുന്ന കുഞ്ഞു വെട്ടു, അല്ലേ, ഉമ്മാനെ വാപ്പാൻ അനുസരിക്കുന്ന കുഞ്ഞു വെട്ടു. എല്ലാം എന്തൊക്കെ നന്മയുണ്ടോ ആ നന്മയൊക്കെ നിറഞ്ഞു നിൽക്കണ ഒരു കുഞ്ഞായി എൻ്റെ കുഞ്ഞിനെ നീ മാറ്റി തീർക്കണേ എന്നുള്ള മനോഹരമായ അർത്ഥമാണ് അതിനുള്ളത്. നിങ്ങൾ ഇനി പുസ്തകം എൻ്റെ കുഞ്ഞിത്ര വലുതായി, എൻ്റെ മകൻ ഇപ്പോഴും നിസ്കരിക്കണില്ല, അനുസരിക്കണില്ല, ഇപ്പോഴും നിങ്ങൾക്ക് ഇത് വരക്കാമല്ലോ. തഹജ്ജുദിൻ്റെ സമയത്ത് മനോഹരമായി നിങ്ങളും അള്ളാഹുവും ഒറ്റയ്ക്കിരിക്കുന്ന വേളയിൽ എന്തൊരു ആനന്ദമാണ്. ഞാൻ ആ സമയത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടില്ലേ? അള്ളാഹിനോട് ഇരുന്നിങ്ങനെ കുറ്റം പറയാതെ അള്ളാഹ് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയാം. ഒരു മെഡിറ്റേഷണൽ സെഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. തഹജ്ജുദിൻ്റെ സമയത്ത് എഴുന്നേക്കുക, തഹജ്ജുദിൻ്റെ സമയത്ത് എഴുന്നേക്കുക, എന്നിട്ട് കണ്ണടച്ചിട്ട് കൽബിലേക്ക് റബ്ബ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഇങ്ങനെ കൊണ്ടുവരിക. ഓരോ അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞ് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ പറയാം. എന്നിട്ടോ നമ്മൾ ചെയ്ത തെറ്റുകൾ ഇങ്ങനെ പറയാം അള്ളാഹിനോട്, നമ്മൾ ചെയ്ത തെറ്റുകൾ. എന്നിട്ട് അള്ളാഹിനോട്, പടച്ചോനെ നീ പുറത്തു തരണേ അല്ലാ, നിൻ്റെ അനുഗ്രഹങ്ങൾ എത്ര വലുതാണല്ലോ, നീ പുറത്തു തരണേ അല്ലാ. അള്ളാഹിനോട് ഒറ്റയ്ക്കിരുന്ന് കണ്ണടച്ച് ഒരു മെഡിറ്റേഷണൽ സെഷൻ പോലെ അതൊന്ന് പറഞ്ഞു നോക്കിയേ. എന്നിട്ട് പറയാം, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, പടച്ചോനെ സ്വാലിഹീങ്ങളായ കുഞ്ഞാക്കണേ അല്ലാ, എനിക്ക് സ്വാലിഹീങ്ങളായ കുഞ്ഞിനെ തരണേ അല്ല, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ സ്വാലിഹാക്കണേ അല്ല എന്നൊക്കെ ഒന്ന് ദ്വാരം നോക്കിയേ. നമ്മുടെ ജീവിതം മാറും. ഈ പ്രാർത്ഥന കൊണ്ട് ഇൻഷാ അല്ലാ വലിയൊരു മാറ്റം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകും. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ പൊന്നുമക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇത് നമ്മൾ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ലേ? ഇപ്പോൾ കുഞ്ഞ് ജനിച്ച ഉടനെ ഇപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ തുടങ്ങിക്കോ. ഇനിയിപ്പോൾ വലുതായാലും സാരല്ല, ഇപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ പ്രാർത്ഥനയാണ്. ഇനി കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഈ മിഠായി വിതരണം ചെയ്യാനും സന്തോഷം എല്ലാവരെയും വിളിച്ചറിയിക്കാനൊക്കെ പോണതിന് മുമ്പ് ഒരു കുഞ്ഞ് ദുനിയാവിലേക്ക് ജനിച്ചു വീഴുമ്പോൾ ആ കുഞ്ഞിൻ്റെ കൂടെ ഒരു പിശാചുണ്ടാവും, ഒരു പിശാചിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കപ്പെടും. ഇപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മുടെ കുട്ടികളുടെ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുക്കണം. അത് ഉമ്മു സുബിയാൻ എന്ന പിശാചിൽ നിന്ന് കുഞ്ഞിനെ രക്ഷിക്കാനാണ്. ഉമ്മു സുബിയാൻ്റെ ഉപദ്രവം കുഞ്ഞുങ്ങൾക്ക് ഭയങ്കരമായിട്ടുണ്ടാവും, മനസ്സിലായോ? അതിൽ നിന്ന് രക്ഷ നേടാനാണ് വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുക്കുന്നത്. ചില അന്ധവിശ്വാസമുണ്ട്, പെൺകുട്ടിയാണെങ്കിൽ ചെവിയിൽ ഇഖാമത്തും മാത്രം കൊടുത്താൽ മതി, ബാങ്ക് വേണ്ടെന്ന്. ഇന്നാലില്ല, ഇത് ആരാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്? സ്ത്രീകൾ നിസ്കരിക്കുമ്പോൾ ഇഖാമത്ത് കൊടുത്താൽ മതി, ബാങ്ക് വേണ്ടെന്നാണ് പറഞ്ഞത്. അല്ലാതെ ജനിക്കുന്ന കുഞ്ഞ് ആണായാലും പെണ്ണായാലും വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കണം, ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുക്കണം. മനസ്സിലായോ? അങ്ങനെ ചെയ്യണം. അതോടൊപ്പം നമ്മൾ ചെയ്തു വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതൊക്കെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. അപ്പോൾ പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടാൻ, പൈശാചികതയാണ് ഇതിനൊക്കെ കാരണം. നമ്മുടെ മക്കൾ വഴിതെറ്റുന്നതിൽ വളരെ വലിയ പങ്കാർക്കാണ്? പിശാചിനാണ്. അപ്പോൾ പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇതൊക്കെ വളരെ അത്യാവശ്യമാണ്. ജീവിതത്തിൽ ഇതൊക്കെ കൊണ്ടുവരണം. അതുപോലെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, വലത്തെ ചെവിയിൽ കുഞ്ഞ് കേൾക്കുന്നത് പോലെ സൂറത്തുൽ ഇഖ്ലാസ് ഒരു തവണ പാരായണം ചെയ്യുക. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇഖ്ലാസ് അല്ലാഹുവിൻ്റെ തൗഹീദ് പഠിപ്പിക്കുന്ന സൂറത്താണ്. ഇത് സുന്നത്താണെന്ന് ഫിഖഹിൻ്റെ ഉലമാക്കളൊക്കെ പറയുന്നുണ്ട്. തൗഹീദ് പഠിപ്പിക്കുന്ന സൂറത്താണ്. അപ്പോൾ ഇത് ഒരു തവണ വലത്തെ ചെവിയിൽ കേൾക്കുന്ന രീതിയിൽ ഓതുക. ആ കുഞ്ഞ് നല്ല ഇഖ്ലാസുള്ള തൗഹീദിൽ ഉറച്ചു നിൽക്കുന്ന കുഞ്ഞാകാൻ ഈ സൂറത്ത് കൊണ്ട് സാധിക്കുമെന്ന് ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. യുക്തിവാദത്തിൽ പെട്ടുപോകാതിരിക്കാൻ, പുത്തൻ വാദങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ, അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഖുൽ ഹുവല്ലാഹു സൂറത്ത് നമ്മുടെ കുഞ്ഞിന് ഓതിക്കൊടുക്കുക. നമ്മൾ ഗർഭിണികളായ സഹോദരിമാർ ഇത് കേൾക്കുന്നുണ്ട്, കല്യാണം കഴിയാൻ പോകുന്നവർ, കല്യാണം കഴിച്ചവർ ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്ന് ഓതിക്കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ സാർ ഞങ്ങളുടെ പിള്ളേരൊക്കെ വലുതായി, ഇപ്പോഴാണ് ഈ ഇൽമ് കേൾക്കണത്, ഞങ്ങൾ എന്ത് ചെയ്യും? ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ പറഞ്ഞുതരാം. ഇപ്പോൾ 1,00,000 ഇഖ്ലാസ് സൂറത്ത് നിയ്യത്താക്കി ഓതിയാൽ ഏതാഗ്രഹവും നടക്കും. എന്തിനേറെ മരിച്ചാൽ നമുക്ക് വേണ്ടി നെയ്യത്തിയത് വെച്ച് കഴിഞ്ഞാൽ മരിച്ചാൽ ഖബർ വരെ സ്വർഗ്ഗമായി കിട്ടും. 1,00,000 ഇഖ്ലാസ് സൂറത്ത് നിങ്ങൾ നേർച്ചയാക്കി ഓതിക്കോ. എൻ്റെ മകൻ നന്നാകാൻ വേണ്ടി ഞാൻ 1,00,000 ഇഖ്ലാസ് സൂറത്ത് ഓതാൻ നേർച്ചയാക്കുന്നു. നേർച്ചയാക്കുമ്പോൾ നെയ്യത്ത് മനസ്സിൽ കരുതിയിട്ട് കാര്യമില്ല, വാഗൊണ്ട് പറയണം, എന്നാലേ നേർച്ചയാവുള്ളൂ. മനസ്സിൽ കരുതിയ നെയ്യത്തേ ആവുള്ളൂ. അപ്പോൾ വാഗൊണ്ട് എൻ്റെ മകൻ സ്വാലിഹീങ്ങളിൽപ്പെടാൻ, അല്ലെങ്കിൽ എൻ്റെ മക്കൾ മുഴുവൻ സ്വാലിഹീങ്ങളാകാൻ അല്ലാഹു തആലക്ക് വേണ്ടി 1,00,000 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതി തീർക്കാൻ ഞാൻ നേർച്ചയാക്കുന്നു. ഒറ്റ ദിവസം കൊണ്ട് ഓതണ്ടല്ലോ, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ അതങ്ങനെ ഓതുക. അതങ്ങനെ ഓതി വരുമ്പോൾ തന്നെ നമ്മുടെ മക്കളിൽ മാറ്റം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. നമ്മൾ ഉപദേശങ്ങൾ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതോടൊപ്പമായിരിക്കണം കേട്ടോ ഈ ഓതേണ്ടത്, അല്ലേ? നമ്മൾ നന്നായി ആദ്യം കാണിച്ചു കൊടുക്കണം. നമ്മൾ നിസ്കരിക്കൂലൊന്നുമില്ല, പാപ്പ നിസ്കരിക്കാത്ത പാപ്പയാണെങ്കിൽ മക്കളോട് നിസ്കരിക്കടാ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമൊന്നുമില്ല. നമ്മൾ കുടുംബ പശ്ചാത്തലം നന്നാക്കണം കേട്ടോ. അതുപോലെ തന്നെ കുഞ്ഞ് ജനിച്ച ഉടനെ ഇഖ്ലാസ് സൂറത്ത് ഓതണമെന്ന് പറഞ്ഞു. കൂടെ ഓതേണ്ട ഒരു സൂറത്താണ്
ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, സൂറത്തുൽ ഖദർ സൂറത്ത്. ഒരുപാട് നീട്ടി വലിച്ച് അങ്ങനെ ഒരു ട്യൂണിൽ ഉറക്കിയൊന്നും തോന്നണമെന്നില്ല, കുഞ്ഞ് ചെവിയിൽ കേൾക്കുന്ന രീതിയിൽ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ ഓതി കൊടുക്കുക. ആ സൂറത്തൊന്ന് ഓതി കൊടുക്കുക. അത് ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ കാണാം, സുന്നത്തായി തന്നെ പറയുന്നുണ്ട്. ഈ സൂറത്ത് ഓതിയാലുള്ള ഗുണം, കുഞ്ഞു മക്കൾ, നമ്മുടെ കുട്ടികൾ വളർന്നു വലുതായാലും വ്യഭിചാരത്തിലേക്ക് പെടാതിരിക്കാൻ ഈ സൂറത്ത് കാവലാകും എന്നാണ്. വ്യഭിചാരികളാവില്ല. വ്യഭിചാരം ഇപ്പോൾ നമ്മൾ നേരിട്ട് തന്നെ വേണമെന്നൊന്നുമില്ല, അത് ഫോണിലൂടെ ആണെങ്കിലും ചാറ്റിങ്ങിലൂടെ ആണെങ്കിലൊക്കെ വ്യഭിചാരം ഉണ്ടെങ്കിൽ കുടുംബത്തിൽ ദാരിദ്ര്യം ഉണ്ടാവും, ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല, പേടിച്ചാകെ അടങ്ങാറായി ജീവിക്കേണ്ടി വരും. താൽക്കാലിക സുഖത്തിന് വേണ്ടി ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തി കളയുന്ന വിഡ്ഢികളാണ് വ്യഭിചാരികൾ, അല്ലേ? അപ്പോൾ അതിലൊക്കെ സൂക്ഷ്മത പാലിക്കാം, നമുക്ക് ദാരിദ്ര്യം ഇല്ലാതിരിക്കാനൊക്കെ നല്ലതാണ്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ സൂറത്ത് ഓതി കൊടുക്കുക ചെയ്യൽ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ പൊന്നുമക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. അപ്പം നിരന്തരം നമ്മൾ ഓതേണ്ട സൂറത്ത് ആയത്തേതാണ്? റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. ഒരു ഹിദായത്ത് വലിയൊരു അത്ഭുതമല്ലേ? നമുക്ക് അല്ലാഹ് ഹിദായത്ത് തന്നില്ലായിരുന്നെങ്കിൽ നമ്മളെയൊക്കെ പിന്നെ എന്തിനു കൊള്ളാം? അപ്പോൾ ഈ ഹിദായത്ത് നിലനിന്ന് കിട്ടാനും നമ്മളെപ്പോഴും ദ്വാരക്കണം കേട്ടോ. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഈ ഹിദായത്ത് നിലനിൽക്കാൻ വേണ്ടി ദ്വാരക്കണം. അതേതാണ് ദുആ? റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ, റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. പടച്ചോൻ, എനിക്ക് ഹിദായത്ത് തന്നതിന് ശേഷം നീ എന്നെ വഴികേടിലാക്കല്ലേ എന്നർത്ഥം വരുന്ന മനോഹരമായ ഒരായച്ചാണത്. സുബ്ഹാനല്ലാഹ്. ആലു ഇമ്രാനിൽ 8ാമത്തെ ആയച്ചാണത്. അതുപോലെ ആലു ഇമ്രാനിൽ തന്നെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ആയച്ചുണ്ട്. ആയത്ത് നമ്മുടെ കുഞ്ഞ് ജനിച്ച ഉടൻ തന്നെ നമ്മൾ ദ്വാരക്കേണ്ട ഒരു ദുആ കൂടെയാണ്. കുഞ്ഞ് ജനിച്ച് കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാലും പിന്നെ അല്ലാതെയൊക്കെ നമ്മൾ ദ്വാരക്കാൻ പറ്റിയ, പ്രത്യേകിച്ച് പുരുഷന്മാർ ദ്വാരക്കാൻ പറ്റിയൊരു ദുആയാണ് ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹ മിനശ് ശൈത്വാനിർ റജീം. 36ാമത്തെ ആയത്താണ്. ഇത് കുഞ്ഞിൻ്റെ വലത് ചെവിയിൽ കേൾക്കുന്ന രീതിയിൽ ഓതിക്കൊടുത്താൽ വളരെ നല്ലത്. അതായത് കുഞ്ഞിൻ്റെ ഉമ്മക്കും പിശാചിൻ്റെ ഉപദ്രവം ഇല്ലാതിരിക്കണേ അല്ലാഹ്, അവരിൽ നിന്ന് കാവൽ തേടിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. സൂറത്ത് ആലു ഇമ്രാനിലെ 36ാമത്തെ ആയത്താണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ കുടുംബം ഒന്ന് മനോഹരാകട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശക്തി പകരാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ്റെ ഖുർആൻ അല്ലാതെ വേറെ എന്തള്ളത്, അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊരു ആത്മീയ അന്തരീക്ഷമൊക്കെ വേണം കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്നിരുത്തി യാസീൻ ഓദിക്കുന്ന മാതാപിതാക്കൾ എത്ര പേരുണ്ട്. ചെറുപ്പം മുതലേ ശീലിപ്പിക്കാം. മൗലിദും സ്വലാത്തും ദിക്റും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടാകട്ടെ, അല്ലേ? പുത്തൻവാദിയുടെ വീടിനേക്കാളും കഷ്ടമായി ഇന്ന് നമ്മുടെ വീട്. അപ്പോൾ ഇതൊക്കെ വീട്ടിൽ വരുമ്പോൾ അതിൻ്റെ ഒരു മാറ്റം നമ്മുടെ കുടുംബത്തിലുണ്ടാവുന്നേ, വല്ലാത്തൊരു മാറ്റം അനുഭവിക്കാൻ പറ്റും. ഇന്ന ബൈതൻ തസാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി. മുത്തുനബി വീട്ടിലുണ്ടെങ്കിൽ, അവിടുത്തെ ബൈത്തുണ്ടെങ്കിൽ, അവിടുത്തെ മദഹ് ഉണ്ടെങ്കിൽ വേറെ വിളക്കെന്തിനാ? വഴികാട്ടാൻ മുത്ത് ഹബീബ് ഉണ്ടാവും സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഭാവുൽ ഖൈർ നിലനിൽക്കണം. ഞാൻ ഈ യാത്രയുടെ ഇടയിലും ഈ ഉറക്കച്ചടവിൻ്റെ ഇടയിലും സ്വഭാവുൽ ഖൈർ ചെയ്യാനുള്ളൊരു കാരണം അതുകൊണ്ട് തന്നെയാണ്. അല്ലാഹു അതിനൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. ഈ വായിച്ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളെ നേരെയാക്കണേ അല്ലാ. സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന മാതാപിതാക്കളാക്കല്ലേ അല്ലാ. വേദനിക്കുന്നവരുണ്ട്, സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. കുടുംബത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. എത്രയെത്ര അസുഖബാധിതരാണ്, പരിപൂർണ്ണ ശിഫാ നൽകണേ അല്ലാ. കുടുംബത്തിൽ സന്തോഷം തരണേ അല്ലാ. ഇണകളെ നന്നാക്കണേ അല്ലാ. കുടുംബത്തിൽ ഹൈറായ ജീവിതം നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാ. റഹമുറാഹിമായ റബ്ബ്, ഒരുപാട് ഗർഭിണികളുണ്ട്, നീ സുഖപ്രസവം നൽകണേ അല്ലാ. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാ. യാ റബ്ബന, മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട്, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. വിവാഹപ്രായം എത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഒരുപാട് പ്രായം ചെന്ന ഉപ്പമാർ, കുട്ടികൾ, സഹോദരങ്ങൾ ഇത് കേൾക്കുന്നുണ്ട്. പടച്ചോൻ എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാ. എക്സാം എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തു നിൽക്കുന്നവർക്ക് ഉന്നത വിജയം നൽകണേ അല്ലാ. യാ റബ്ബന, കടങ്ങളെല്ലാം ഏറ്റെടുക്കണേ അല്ലാ.
കച്ചവടത്തിൽ തൊഴിലിൽ ബറക്കത്തിയണേ അല്ലാ, പ്രവാസ ജീവിതം ഹൈറിലാക്കണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.